ഏട്ടാ, നീലേട്ടാ, എണീക്കുന്നോ അതോ ഞാൻ ഇറങ്ങി വരണോ? ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ട് പവി നീലിനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ്. വിളിച്ചിട്ടും വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെണ്ണ് ഇറങ്ങി വന്നപ്പോൾ ആട് കിടന്നെടുത്ത് പൂട പോലുമില്ലെന്ന അവസ്ഥയായി. ഈ മനുഷ്യൻ എവിടെ പോയി? ഓഹോ, അപ്പം എന്നെ ഇട്ട് ഇത്രയും പറയിപ്പിച്ചിട്ട്. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് നീലിറങ്ങി വന്നു. കഴിഞ്ഞോ പവിയെ നിന്റെ ഒറ്റയ്ക്കുള്ള സംസാരം? ദേ നീലേട്ടാ, ഇത് വലിയ കഷ്ടമാണ് കേട്ടോ. എണീറ്റിരുന്നെങ്കിലൊന്ന് പറയാൻ മേലായിരുന്നോ? അന്നേരം നിന്റെ ഒച്ച കേൾക്കാൻ പറ്റില്ലല്ലോ. പവിനെ വട്ടം പിടിച്ച് കൊഞ്ചലോടെ നീല് പറഞ്ഞു. പവി ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. അയ്യേ, റൊമാൻറ്റിക്, കളിയോടെ പവി പറഞ്ഞു. എന്താടി, എനിക്കെൻ്റെ പെണ്ണിൻ്റെ അടുത്ത് റൊമാൻസിക്കാൻ പാടില്ലേ? ഞാൻ ഇനിയും റൊമാൻസിക്കും. അതും പറഞ്ഞ് പവിനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ നിൽക്കാനാണോ സഖാവെ ഉദ്ദേശിച്ചത്? കുറച്ചേരം നിൽക്കട്ടെ പവി. അയ്യടാ, ദേ ഈഴയാട്ട് സാറിന് കുറച്ച് റൊമാൻസ് കൂടുന്നുണ്ട്. നീലിനെ പിടിച്ചു മാറ്റി കണ്ണാടി മുന്നിൽ പോയി മുടി ചീകിക്കൊണ്ട് പവി പറഞ്ഞു. നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചേ? നിനക്കറിയോ, റൊമാൻസിൽ PhD എടുത്ത് ഒരു മഹത് വ്യക്തിയാണ് ഞാൻ. തേച്ചു വെച്ച ഷർട്ട് എടുത്തിട്ട് നീല് പറഞ്ഞു. എന്നാലേ ഈ മഹത് വ്യക്തി പെട്ടെന്ന് തന്നെ റെഡിയായി താഴേക്ക് വാ, പോവണ്ടേ? നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന പവി പെട്ടെന്ന് ഏറിലായി. വേറൊന്നുമല്ല, നീലെടുത്ത് പൊക്കിയതാ. പാവം പവി പേടിച്ചു വിറച്ച് ചുണ്ട് കൂർപ്പിച്ച് ദയനീയമായി നീലിനെ നോക്കി. എൻ്റെ പൊന്നു പവി, നീ ആ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് വെക്കല്ലേ, എനിക്കത് കടിച്ചെടുക്കാൻ തോന്നുവാ. അപ്പോൾ തന്നെ പവി ചുണ്ട് രണ്ടും കൂട്ടിപ്പിടിച്ച് വിറയലോടെ നീലിനെ കയ്യിൽ കിടന്നു. നീലേട്ടാ, മാറിക്കേ, ഞാൻ മേളിലേക്ക് അല്ല താഴോട്ട് പോവട്ടെ. വെപ്രാളം കൊണ്ട് പവി എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ പവി, നിനക്ക് വിക്ക് മാറിയില്ലടി. നീലേട്ടാ, ചുണ്ട് കൂർപ്പിച്ച് പവി ഒരീണത്തിൽ വിളിച്ചു. അവളുടെ മുഖഭാവം കണ്ട് നീലിന് ശരിക്കും ചിരി വന്നു. ഒരു കുഞ്ഞു ഉമ്മ തരാതെ നീ മുറിവിട്ട് പോവില്ല മോളെ, ഇളിച്ചുകൊണ്ട് നീലി പവിയോട് പറഞ്ഞു. ഈശ്വര, പെട്ടു, ഇനി നോ വഴി. അത് മനസ്സിലാലോചിച്ച് പവി കണ്ണുപൂട്ടി നീലിൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി. അകന്ന് മാറാൻ തുടങ്ങിയതും നീല അവളുടെ കഴുത്തിൻ്റെ പിന്നിൽ പിടിച്ചു വലിച്ച് അവനോട് ചേർത്ത് അവളുടെ ചുവന്ന ചുണ്ടുകൾ കടിച്ചു വലിച്ച് നുണയാൻ തുടങ്ങി. കാലിൻ്റെ അടിയിൽ നിന്നെന്തോ കയറിപ്പോകുന്നത് പോലെ പവിക്ക് തോന്നി. ഒരു പിടപ്പോടെ പവി അവൻ്റെ മുടിയിൽ കൈകോർത്ത് വലിച്ചു. അവളിലെ ഓരോ ഇതളുകളും പതിയെ ആസ്വദിച്ച് നുകരാൻ തുടങ്ങി നീല്. അതോടൊപ്പം തന്നെ അവളുടെ ഇടുപ്പിൽ പിടിച്ചുയർത്തി കറക്കി മേശയുടെ മുകളിൽ കൊണ്ടുവന്നിരുത്തി. രണ്ടുപേരും മറ്റേതോ മായാ ലോകത്തായിരുന്നു. ഒരേപോലെ രണ്ടുപേരുടെയും ഹൃദയം ഇടിച്ചു, അത്രയും പ്രണയത്തോടെ, ആഗ്രഹത്തോടെ, മോഹത്തോടെ. അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാണിച്ചു. അതിനോടൊപ്പം തന്നെ പവിയൊന്ന് ഉയർന്നു പൊങ്ങി. ഉമിനീരിൽ ചോര ചുവറിഞ്ഞിട്ടും നീൽ അവളെ വിടാൻ തയ്യാറായില്ല. ശ്വാസം വില്ലനായി വന്നതുകൊണ്ട് നീലിന് മറ്റു നിവർത്തി ഉണ്ടായില്ല. അവൻ ഒരിക്കൽ കൂടി അവളുടെ ഇതളുകളിൽ അമർത്തി ചുംബിച്ച് അകന്നു മാറി പവിയെ നോക്കി. കവിളുകളിൽ തൊട്ടാലിപ്പോൾ ചോര ഒഴുകുന്ന രീതിയിൽ ചുവന്നിട്ടുണ്ട്. കണ്ണടച്ച് കിതപ്പകറ്റാനുള്ള ശ്രമത്തിലാണ്. അവൾ പതിയെ കണ്ണ് ചിമ്മി തുറന്ന് തന്നെ നോക്കി നിൽക്കുന്ന നീലിനെ കണ്ട് പവിക്ക് ശരിക്കും നാണം വന്നു. അവൾ തലകുനിച്ച് പുറത്തേക്കോടി. നീല് ചിരിയോടെ റെഡിയാകാനും തുടങ്ങി. കാറിലേക്ക് ബാഗെല്ലാം എടുത്തു വെക്കുമായിരുന്നു എല്ലാവരും. പവി, മോള് കോളേജിൽ വിളിച്ച് ലീവ് പറഞ്ഞില്ലേ? അത് നീലേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന കിടന്ന് കയറ് പൊട്ടിക്കുക, ഒറ്റയ്ക്കേ ഉള്ളെന്നും പറഞ്ഞ് പവി ഗിരിയെ ഉള്ളി കണ്ടിട്ട് പറഞ്ഞു. അന്നയുടെ പേര് കേട്ടതും ഗിരിയുടെ മോന്ത 500 വോൾട്ടിൻ്റെ ബൾബ് കത്തിയ പോലെയായി. ഷെടാ, ഇന്ന് അന്ന കൊച്ചിനെയും കൂടെ കൊണ്ടായിരുന്നല്ലോ. ഇന്നലെ മുത്തശ്ശി ചിലതൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അറിയേണ്ടവരൊക്കെ അറിഞ്ഞു. പാറുമ ഗിരിനെ ഇട്ട് കുത്തി. ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ രണ്ടുപേരെയും മാറി മാറി നോക്കി. നോക്കണ്ട, ഇനി നിന്റെ അന്നയുടെയും കാര്യം അറിയാത്ത ഒരൊറ്റ മനുഷ്യൻ ഈ വീട്ടിലില്ല. പാറുമ ഗിരിയെ കളിയാക്കി. ഗിരി ചമ്മലോടെ ഇളിച്ചു കാണിച്ചു. അങ്ങനെ അവർ യാത്ര തുടങ്ങി. നീല് ഡ്രൈവ് ചെയ്തു. കോ ഡ്രൈവിംഗ് സീറ്റിൽ മധുവും, ഏറ്റവും ബാക്കിൽ ഗിരിയും പവിയും, നടുക്കത്തെ സീറ്റിൽ മുത്തശ്ശിയും പാറുമയും ഇരുന്നു. ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗിരിയും കുറച്ചു നേരം വണ്ടി ഓടിച്ചു. നീല് പവിയുടെ കൂടെ ഇരുന്നു എന്ന് പറയുന്നത് തെറ്റായി പോകും. പവിയുടെ തോളിൽ തലവെച്ച് കിടന്നു എന്ന് പറയുന്നതാകും ശരി. പവിനെ വിടാതെ പിടിച്ചിട്ടുണ്ട് നീല്. പവിക്ക് പിന്നെ ആ ഇരിപ്പ് അങ്ങോട്ട് ബോധിച്ചു. അങ്ങനെ പോയി അവരുടെ നാട്ടിലെത്തി. പ്രകൃതി രമണീയമായ സ്ഥലം. അധികവും പാടമാണ്. കാറ്റിനനുസരിച്ച് ആടി ഉയരുന്ന നെല്ലുകൾ. ആകാശം നീല നിറം വാരി വിതറിയിട്ടുണ്ട്. നെല്ലുകൾക്ക് വെള്ളത്തിനായി കുഞ്ഞു തോട് മുറിച്ചിട്ടുണ്ട്. പവി ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കി.
എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? പൊളിയല്ലേ? എൻ്റെ ഗിരിയേട്ട, ഒരു രക്ഷയില്ല, പൊളി സ്ഥലം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മയുടെ തറവാടിരിക്കുന്ന സ്ഥലം ഇതുപോലെയൊക്കെയാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട്, സ്ഥലം മാത്രം ഏതാന്ന് പറഞ്ഞില്ല. ഷോ, അപ്പം തറവാട് പൊളിയായിരിക്കുമല്ലെന്നേ. പിന്നല്ലാതെ, കാണാൻ പോവല്ലേ? അവരുടെ കാർ ഒരു വലിയ 4 കെട്ട് തറവാടിന് മുന്നിൽ നിന്നു. എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി. പവി ഇറങ്ങി നേരെ ഒന്ന് നോക്കിപ്പോയി. പവിയുടെ കിളികളും കൂടും കുടുക്കയും എടുത്ത് കളം വിട്ടു. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ തറവാട്. പവിക്കല്ലെങ്കിലും നൊസ്റ്റാൾജിയ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കാലത്തെ അതേ രൂപത്തിൽ തന്നെ നിർമ്മിച്ച ഒരു 4 കെട്ട് തറവാട്. മുൻവശത്ത് തന്നെ ഒരു വലിയ മാവ്, അതിലൊരു ഊഞ്ഞാല്. വയറിൽ ഒരു നുള്ളു കിട്ടിയപ്പോഴാണ് തുറന്ന വായി പവി അടക്കണത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ മുന്നിൽ കള്ളക്കണവൻ കുസൃതിയും ഒളിപ്പിച്ച് നിൽക്കുന്നു. പവി ഒന്ന് കണ്ണുരുട്ടി തിരിഞ്ഞതും ഉമ്മറത്ത് തന്നെ ദാസും പവിത്രയും ശ്രുതിയും അവിടുത്തെ കാര്യസ്ഥനുമുണ്ടായിരുന്നു. ദാസിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. പവിത്രയുടെ മുഖം പുച്ഛം നിറഞ്ഞതായിരുന്നുവെങ്കിലും ശ്രുതിയുടെ മുഖം പവിയെ പച്ചക്ക് തീ കൊളുത്തി കൊല്ലാൻ പാകത്തിനുള്ളതായിരുന്നു. എല്ലാവരും അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണല്ലേ പവിമോള്? മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്നെ മനസ്സിലായോ? ഞാൻ ദാസ്, ഇതെൻ്റെ ഭാര്യ പവിത്ര, ഇത് ശ്രുതിമോള. പുഞ്ചിരിയോടെ പറയുന്ന ദാസിനെ കണ്ടപ്പോൾ പവിക്കൊരു ബഹുമാനമൊക്കെ തോന്നി. എന്നാൽ ശ്രുതിയുടെയും പവിത്രയുടെയും മുഖത്തെ അനിഷ്ടം കണ്ട് ചെറുതായി വേദന തോന്നിയെങ്കിലും അത് വലിയ കാര്യമാക്കിയില്ല. ഹലോ അങ്കിളെ, പുഞ്ചിരിയോടെ പവിയും പറഞ്ഞു. ഹലോ, ഞാൻ പല്ലവി നീൽജിത്ത്. ശ്രുതിക്ക് നേരെ കൈനീട്ടി പവി സ്വയം പരിചയപ്പെടുത്തി. ഹായ്, ഐ ആം ശ്രുതിദാസ്. ഒരു പുച്ഛത്തോടെ അതിലുപരി പകയോടെ തിരികെ കൈകൊടുത്ത് ശ്രുതി പറഞ്ഞു. നീലും ഗിരിയും പരസ്പരം നോക്കി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഇനി ബാക്കി പിന്നെ പരിചയപ്പെടാം. നിങ്ങളൊന്ന് പോയി കുളിച്ച് ഫ്രഷായൊക്കെ വാ, നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. മുത്തശ്ശി അത് പറഞ്ഞ് അകത്തേക്ക് പോയി. എല്ലാവരും അവരവരുടെ മുറിയിലേക്കും. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ബാൽക്കണിയിൽ നീന്റെ നെഞ്ചോട് ചേർന്ന് കുറച്ചകലെ താഴെ പടർന്നു കിടക്കുന്ന പാഴത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് നീലിന്റെ ചോദ്യം. പിന്നല്ലാതെ, ഇഷ്ടായെന്നോ? പൊളിയല്ലേ? നമുക്ക് ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ ഏട്ടാ? എന്തിനാ അവിടെ നിൽക്കണേ? ഇതല്ലേ സൂപ്പർ. മോളെ പവി, അതൊന്നും ശരിയാവില്ല. എൻ്റെ ജോലി പോകും കൊച്ചേ. ഇങ്ങോട്ട് വരാൻ തോന്നി എപ്പോൾ വേണമെങ്കിലും വരാലോ, പിന്നെന്താ? നീലത് പറഞ്ഞതും പവി കുറുകലോടെ അവൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരസി. എന്താ പെണ്ണെ, കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്തെൻ്റെ പെണ്ണിന്? നീലിൻ്റെ ചോദ്യം കേട്ട് പവി അവൻ്റെ മുഖം ഉയർത്തി നോക്കി. പവിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടൊരു നിമിഷം നീല് ഞെട്ടിപ്പോയി. എന്നിട്ട് വേഗം ബാൽക്കണിയിൽ പഴയകാല രീതിയിൽ പണിതു വെച്ച ആട്ടൂഞ്ഞാലിൽ പോയി നീലിരുന്ന് പവിനെ പിടിച്ച് മടിയിലിരുത്തി. എന്താടാ, എന്തിനാ പവി നീ കരയണേ? ആകുലതയോടെ നീല് പവിയോട് ചോദിച്ചു. എന്നാൽ പവി അവൻ്റെ കഴുത്തിലൂടെ കൈകോർത്ത് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. നെഞ്ചിലെ നനവ് തൻ്റെ ഹൃദയത്തിൽ വന്നു ചേരുന്നത് പോലെ തോന്നി നീലിന്. അവൻ്റെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് തോന്നി. പവി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ കാര്യം പറഞ്ഞോ? നീലേട്ടാ, ഇത്രയും നേരമായിട്ട് അപ്പ വിളിച്ചിട്ടില്ല. എനിക്ക് പേടിയാവുക ഏട്ടാ. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ആരും കോൾ എടുക്കുന്നില്ല. വിങ്ങിപ്പൊട്ടി തൻ്റെ നെഞ്ചിൽ ചേർന്ന് കരയുന്ന പവിയെ കണ്ട് അവൻ്റെ ഹൃദയം 100 കത്തി കുത്തി കയറ്റുന്നത് പോലെ തോന്നി. ഒരു നിമിഷം പവിയുടെ അച്ഛനോട് വല്ലാത്ത ദേഷ്യവും തോന്നിപ്പോയി നീലിന്. പവി, നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. പവിയുടെ മുഖം എടുത്തുയർത്തി അവൻ പറഞ്ഞു. നോക്ക്, അച്ഛൻ ഒത്തിരി തിരക്കുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കും. ഞാൻ വിളിച്ചു നോക്കണോ? ഈ കുഞ്ഞു കാര്യത്തിനാണോ പവി നീ കരഞ്ഞേ? അയ്യേ, മോശം മോശം. നീലവളെ ഇക്കിളി കൂട്ടി പൊട്ടിച്ചിരിക്കുന്ന പവിയെ കുറച്ചു നേരം അവൻ നോക്കി നിന്നു. പവി ചിരിയൊക്കെ ഒന്ന് അടക്കി പിടിച്ചു നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന നീലിനെ കണ്ട് അവളുടെ കവളുകളിൽ രക്തം ഇരച്ചു കയറി. നീലിൻ്റെ മുഖം അവളിലേക്ക് അടുത്തു തുടങ്ങി. പവിയുടെ കണ്ണുകൾ അടഞ്ഞു. നീലിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൊന്ന് കൂടി മുറുകി. ഒന്നേഞ്ഞിപ്പോയി പവി. 2 പേരുടെയും ഹൃദയം നൂല് പൊട്ടിയ പട്ടം പോലെയായി. പവിയുടെ മൃദുലമായ ചുണ്ടുകളെ നുകരുമ്പോൾ അവനിൽ മറ്റു പല വികാരങ്ങളും ഉയർന്നു പൊങ്ങി. ഇതേ അവസ്ഥ തന്നെയായിരുന്നു പവിക്കും. നീൽ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. പവി അവൻ്റെ കഴുത്തിൽ മുഖം പൊഴുത്തി കിടന്നു. അവളുടെ ശ്വാസം അവൻ്റെ മനസ്സിലൊരു വിസ്ഫോടനം തന്നെ ഉണ്ടാക്കി. പവി, ഇങ്ങനെയൊന്നും കിടക്കല്ലേട്ടോ, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ലാവേ. നീലിൻ്റെ സംസാരം കേട്ട് പവി ഞെട്ടി അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. നീല് ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി. പിന്നീട് അവൻ്റെ ചുണ്ടിലെ ചിരി പതിയെ മാഞ്ഞു. ഉടനെ അവൻ ഫോണെടുത്ത് അളിയൻ എന്ന നമ്പറിലേക്ക് വിളിച്ചു. കോൾ കണക്റ്റായതും നീല് സംസാരിക്കാൻ തുടങ്ങി. മുറിയിൽ ബെഡിൽ കിടക്കുകയായിരുന്നു പാർത്തി. കുറച്ചു മുൻപ് നീല് പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ. അപ്പയ്ക്ക് പവിയോട് ദേഷ്യം തോന്നു. അവളെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? എൻ്റെ പേരിൽ അപ്പ പവിയോട് അകന്നു.
അപ്പയ്ക്കറിയില്ലേ അവളോട് അകലുമ്പോൾ എനിക്കാണ് നോവുന്നതെന്ന്. അവളെൻ്റെ ജീവനല്ലേ. അപ്പയ്ക്കും അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമല്ലേ അവളെ. ഒറ്റ ദിവസം കൊണ്ട് ഇഷ്ടമല്ലാതാവുമോ? ഇല്ല, അപ്പയ്ക്ക് പവിയോട് യാതൊരു ഇഷ്ടക്കുറവും വരാൻ പാടില്ല. പവിക്ക് നോവുമ്പോൾ എനിക്കാണ് നോവുന്നത്. എൻ്റെ ജീവനാണ് പവി. അപ്പയോട് സംസാരിക്കണം. പവിക്കൊരു സങ്കടവും വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. അവൾ എൻ്റെ പൊന്നല്ലേ. അപ്പയോട് സംസാരിക്കണം. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് പാർത്തി ഫോൺ എടുത്തു. അപ്പാ. ആ പറയും മോനെ. എനിക്ക് അപ്പനെ ഒന്ന് നേരിട്ട് കാണണം, അത്യാവശ്യം. അതിനിപ്പോൾ എന്താ, കാണാലോ. മോനെ കാണാനിപ്പോൾ ആഗ്രഹിച്ചതേ ഉള്ളൂ. എവിടെയാ വരണ്ടേ? അന്ന് നമ്മൾ കണ്ടില്ലേ, അതേ സ്ഥലം തന്നെ. വേഗം വരണം കേട്ടോ. ആ ശരി മോനെ. അപ്പേ. എന്താ മോനെ? കുമാറിൻ്റെ കൈകൾ അവൻ്റെ കൈകളെ പൊതിഞ്ഞിരുന്നു. അപ്പയ്ക്ക് പവിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അവൻ്റെ ചോദ്യത്തിന് ആദ്യം ഒന്ന് കുമാർ ഒന്ന് പതറിയെങ്കിലും അത് മറച്ചു വെച്ച് കുമാർ പറഞ്ഞു, മോനെ അത് പവിയോട് ചെറിയൊരു പരിഭവം, അത്രയേ ഉള്ളൂ. അല്ലാതെ മോൻ വേണ്ട. കുമാർ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ പാർത്തി കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. കുമാർ അവനെ മിഴിച്ചു നോക്കി. അവൾ എന്ത് ചെയ്തിട്ടാ അപ്പ അവളോട് പരിഭവം കാണിക്കുന്നേ? എനിക്ക് അത് ഇഷ്ടമല്ല അപ്പ. അവൾ എൻ്റെ ജീവനല്ലേ. അപ്പയ്ക്കറിയോ പവിക്ക് അപ്പേന് എന്ത് ഇഷ്ടമാന്ന്? ഒരു ദിവസം വിളിച്ചില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ പെണ്ണ അവള്. നീലേട്ടനാ എന്നെ വിളിച്ച് പറഞ്ഞത്. എന്തിനാ അപ്പ? പവി നമ്മുടെ കൊച്ചല്ലേ. വേണ്ട അപ്പ, അവളോട് വഴക്ക് കൂടല്ലേ. അതെനിക്ക് സഹിക്കണില്ല. നിറഞ്ഞ മിഴികളുമായി പറയുന്ന പാർത്തിയുടെ മുന്നിൽ തലകുനിഞ്ഞു പോയി കുമാറിൻ്റെ. അതേ മോനെ, തെറ്റുപറ്റി. ഇത്രയും നാൾ കൂടെ നടന്നിട്ടും എന്നേക്കാളേറെ നീ പവിനെ മനസ്സിലാക്കിയല്ലോ. എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ വിളിക്കാം പവിയെ. പക്ഷെ എന്തോ ഒരകൽച്ച വരുന്നത് പോലെ. മോൻ എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്, ഞാൻ ശരിയാക്കിക്കോളാം. എനിക്കറിയില്ല അപ്പ, പക്ഷെ ഒന്നറിയാം, അവൾക്ക് നോവുമ്പോൾ അതെനിക്കും ബാധിക്കുന്നുണ്ട്. അത് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവനെ കുമാർ നോക്കി നിന്നു.